എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടയറിൻ്റെ ഒരു ചെറിയൊരു ടിപ്പ് പറയാൻ വേണ്ടിയാണ്. ആക്ച്വലി ടിപ്പല്ല, ഒരു പുതിയൊരു അറിവാണ് പറയുന്നത്. ടയറിലും റേറ്റിംഗ്, സ്റ്റാർ റേറ്റിംഗ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ എല്ലാ ടയറുകൾക്കും ഒരു റേറ്റിംഗ് ഫിക്സ് ചെയ്തിട്ട് ആ റേറ്റിംഗ് ഉള്ള ടയറുകളെ ഇനി ഭാവിയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം വരാൻ പോകുന്നു എന്നാണ് അറിയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ പൊല്യൂഷൻ, അതുപോലെ സൗണ്ട് എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യാനായി പല രീതിയിലുള്ള മാനദണ്ഡങ്ങളും നമ്മുടെ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് തന്നെയാണ്. നല്ല റേറ്റിംഗുള്ള ടയർ അല്ലെങ്കിൽ ആ ടയർ റേറ്റിംഗ് നല്ല രീതിയിൽ ഉള്ള ടയർ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പ്രയാസമാവും. അതുപോലെ തന്നെ അത് മലിനീകരണത്തിനും മറ്റ് സൗണ്ട്, അതുപോലെ ടയറിൻ്റെ സേഫ്റ്റി എല്ലാത്തിനും ബാധകമാവുന്നതുകൊണ്ടാണ് അങ്ങനൊരു പുതിയൊരു രീതി വരാൻ പോകുന്നത്. എല്ലാ ടയറുകൾക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ റോളിംഗ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ വെറ്റ് ഗ്രിപ്പ്, അതുപോലെ തന്നെ റോളിംഗ് സൗണ്ട് എമിഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റാർ മാർക്കിംഗ് ആണ് വരാൻ പോകുന്നത്. ഇത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി BEE എന്ന സ്ഥാപനം നൽകുന്ന സ്റ്റാർ റേറ്റിംഗ് ആണ് വരിക. ഇത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അങ്ങനെ രീതിയിലൊക്കെ സ്റ്റാർ റേറ്റിംഗ്. അതുപോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണിത്. ഇത് 1 മുതൽ 5 വരെയുള്ള അക്കങ്ങൾ ഉപകരണത്തിൻ്റെ ഊർജ്ജക്ഷമതയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടയറിൻ്റെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും റേറ്റിംഗ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.